വിദേശ സംഭാവന നിയമ ഭേദഗതി അഥവാ FCRA ബിൽ 2026-നെതിരെയുള്ള പ്രതിഷേധം തുടരുന്നതിനിടെ കേന്ദ്രം കൂടുതൽ കർശന നിർദ്ദേശങ്ങളോടെ നിയമത്തിൽ ചട്ട ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ വിദേശ ഫണ്ടിങ്ങിനുമേൽ കൂടുതൽ സുതാര്യതയും കടുത്ത നിരീക്ഷണവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് വിദേശ സംഭാവന നിയമത്തിൽ പുതിയ ഭേദഗതികൾ നടപ്പിലാക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട FCRA ബിൽ ന്യൂനപക്ഷ NGOകളുടെയും ക്രൈസ്തവ സഭകളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും വ്യാപക എതിർപ്പിനിടയാക്കിയിരുന്നു. ലോക്സഭയിൽ ഈ ബിൽ അവതരിപ്പിച്ചുവെങ്കിലും പ്രതിഷേധം മൂലം പിന്നീട് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ജൂലൈ 3-ാം വാരം ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും എന്ന സൂചനയുണ്ട്. ഇതിനിടയിലാണ് നിയമ ഭേദഗതിക്ക് കാത്തുനിൽക്കാതെ കേന്ദ്ര സർക്കാർ ചട്ട ഭേദഗതിക്ക് മുതിരുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. വിദേശ സംഭാവനകളെ കൈപ്പിടിയിലൊതുക്കാൻ ചട്ട ഭേദഗതി. 2010-ലെ FCRA നിയമങ്ങളിലെ 10-ാമത്തെ ഭേദഗതിയാണിത്. വിദേശത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും കൃത്യമായ നിരീക്ഷണവും ഉറപ്പാക്കുന്നതിനായാണ് സർക്കാർ പുതിയ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സംഘടനകൾ തങ്ങളുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കിയാൽ മാത്രമേ വിദേശ സഹായത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ. അതുപോലെ മതം, സംസ്കാരം, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസം, സാമൂഹിക സേവനം എന്നീ 5 പ്രധാന വിഭാഗങ്ങളിലായി 105 തരം പ്രവർത്തനങ്ങളെയാണ് സർക്കാർ ഇതിനായി അംഗീകരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് മതപരമായ പ്രവർത്തനങ്ങളിൽ ആരാധനാലയങ്ങളുടെ നിർമ്മാണം, അവയുടെ പുനരുദ്ധാരണം, മതഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം എന്നിവയുൾപ്പെടെ 18 കാര്യങ്ങൾ മാത്രമേ നിലവിൽ അനുമതിയുള്ളൂ. ഈ പുതിയ നിബന്ധനകൾ പ്രകാരം അംഗീകൃത പട്ടികയിൽ പെടാത്ത പ്രവർത്തനങ്ങൾക്കോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾക്കോ കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. FCRA രജിസ്ട്രേഷനുള്ള എല്ലാ സംഘടനകളും തങ്ങളുടെ പ്രവർത്തന മേഖലകളും അവ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളും 1 വർഷത്തിനുള്ളിൽ സർക്കാരിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്നിലധികം പ്രവർത്തന മേഖലകളിലോ സംസ്ഥാനങ്ങളിലോ പ്രവർത്തിക്കുന്ന സംഘടനകൾ അപേക്ഷിക്കുന്ന സമയത്ത് അധിക ഫീസ് അടയ്ക്കേണ്ടി വരുമെന്നതും പുതിയ ചട്ടത്തിന്റെ ഭാഗമാണ്. മതപരിവർത്തനം മാത്രമല്ല, രാഷ്ട്രീയ ആവിഷ്കാരങ്ങൾ, മാധ്യമ പ്രവർത്തനം, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയ്ക്ക് കൂടി കർശന നിയന്ത്രണങ്ങളും നടപടികളും FCRA ചട്ട ഭേദഗതിയിലുണ്ട്. പുതിയ ഗസറ്റ് വിജ്ഞാപനത്തിലെ നിയന്ത്രണങ്ങളിൽ ചിലത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന ആക്ഷേപം ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിക്കഴിഞ്ഞു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ വെളിപ്പെടുത്തൽ, വാർത്തകൾ അല്ലെങ്കിൽ സമകാലിക സംഭവങ്ങളിലെ ഉള്ളടക്കം നിർമ്മിക്കുന്നതിനോ പ്രക്ഷേപണം ചെയ്യുന്നതിനോ പ്രസിദ്ധീകരിക്കുന്നതിനോ ഉള്ള വിലക്ക്, വർദ്ധിച്ച പിഴത്തുകകൾ എന്നിവയാണ് പുതിയ ഭേദഗതിയിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. ഭാഗികമായാണെങ്കിലും വിദേശ സംഭാവന ലഭിച്ച എല്ലാ സന്നദ്ധ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട്. FCRA രജിസ്ട്രേഷനോ നിലവിലുള്ളത് പുതുക്കാനോ ശ്രമിക്കുന്ന NGOകൾ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെയും വെബ്സൈറ്റുകളുടെയും വിശദാംശങ്ങൾ ഈ അപേക്ഷയോടൊപ്പം വെളിപ്പെടുത്തേണ്ടതാണ്. അസോസിയേഷനോ അതിന്റെ പ്രധാന പ്രവർത്തകരോ ആ വർഷത്തിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ അല്ലെങ്കിൽ മാഗസീനുകൾ അതല്ലെങ്കിൽ പത്രലേഖനങ്ങൾ ഇവയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നും അറിയിക്കണമെന്നും ചട്ടത്തിൽ പറയുന്നു. അനുവദിച്ച പ്രവർത്തനങ്ങൾക്കല്ലാതെ FCRA ഫണ്ട് ഉപയോഗിച്ചാൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയായിരിക്കും പിഴ. ദുരുപയോഗിക്കപ്പെട്ട തുക 1 ലക്ഷത്തിന് മുകളിലെങ്കിൽ 30% വരെ അധിക പിഴയായി ഈടാക്കാം. ഭരണപരമായ ചെലവുകൾ പരിധി വിട്ടാലും ലഭിച്ച തുക ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചാലും മിനിമം 1 ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരും. സംഘടനയുടെ രജിസ്ട്രേഷന് കീഴിൽ വരാത്ത സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ വിദേശ ഫണ്ടുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലും ഇതേ പിഴ ബാധകമാകും. ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശ പൗരന്മാർ ഭരണസമിതിയിലുള്ള സംഘടനകൾക്ക് സാധാരണ സാഹചര്യത്തിൽ FCRA രജിസ്ട്രേഷൻ നൽകില്ല. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഇളവുകൾ നൽകാം. FCRA രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വിദേശ സഹായം ചെലവഴിച്ചിരിക്കണം. പ്രവർത്തനരഹിതമായ സ്ഥാപനങ്ങൾ FCRA ലൈസൻസ് കൈവശം വയ്ക്കുന്നില്ല എന്നത് ഉറപ്പാക്കാനാണിത്. ഒറ്റത്തവണ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള മുൻകൂർ അനുമതി നൽകുന്നതിനും ഉപാധികൾ കടുപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഗഡു സംഭാവനയുടെ 75% ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ തുടർ ഗഡുക്കൾ നൽകുകയുള്ളൂ.
ജൂലൈ 3-ാം വാരം ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ FCRA ഭേദഗതി ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ FCRA ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു അത്. ഒരു സംഘടനയുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ആർജിച്ച ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തികളും സർക്കാർ നിയന്ത്രണത്തിലുള്ള അതോറിറ്റിക്ക് ഏറ്റെടുക്കാൻ FCRA ബിൽ അധികാരം നൽകുന്നുണ്ട്. ലൈസൻസ് പുതുക്കുന്നതിലെ കാലതാമസം അതല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ വഴി സംഘടനകൾക്ക് തങ്ങളുടെ ആസ്തികൾ നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കും. കൂടാതെ വിദേശത്തു നിന്നും ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുന്നതും ആസ്തികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക സർക്കാരിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റുന്നതും ബില്ലിലെ വിവാദ വ്യവസ്ഥകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25, 26 എന്നിവ പ്രകാരം ഓരോ മതവിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശമുണ്ട്. അപ്പോൾ ഈ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് സർക്കാർ ഇടപെടലെന്ന് പ്രതിപക്ഷം വാദിക്കുന്നത്. കൂടാതെ സ്വത്തവകാശം സംബന്ധിച്ച ആർട്ടിക്കിൾ 300A വിരുദ്ധമാണ് ഈ ഭേദഗതിയെന്നും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പുതിയ ചട്ട ഭേദഗതികൾ NGOകളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. സുതാര്യതയും ദേശസുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഈ രാജ്യത്തിന്റെ സിവിൽ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനം ശക്തമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഘടനകളുടെയും ക്രൈസ്തവ സഭകളെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിയന്ത്രണങ്ങൾ എന്ന ആശങ്ക വ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതെ നിയമങ്ങൾ കൂടുതൽ ജനാധിപത്യപരവും പ്രായോഗികവുമാക്കാൻ സർക്കാരുകൾ തയ്യാറാകണം. ദേശസുരക്ഷ പ്രധാനമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെങ്കിലും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സേവന പ്രവർത്തനങ്ങളുടെയും അന്തസത്തയെ തകർക്കുന്നതാകരുത് എന്നതാണ് ഈ വിഷയത്തിലെ കാതലായ പ്രശ്നം. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.